PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സ്കൂൾ പാഠപുസ്തകം 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ശ്രദ്ധിക്കുക. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് വജ്രം. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഡ്രൈസെല്ലിലെ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഡ്രൈസെല്ലിലെ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബൺ നാനോ ട്യൂബിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഫുള്ളറിൻ ആണ്. കാർബൺ നാനോ ട്യൂബിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഫുള്ളറിൻ ആണ്. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരമാണ് ഗ്രാഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ടർ ഗ്യാസിലെ ഘടക സംയുക്തങ്ങളാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. വാട്ടർ ഗ്യാസിലെ ഘടക സംയുക്തങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവ. പ്രൊഡ്യൂസർ ഗ്യാസിലെ ഘടക സംയുക്തങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവ. പ്രൊഡ്യൂസർ ഗ്യാസിലെ ഘടക സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവയാണ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിലനിൽക്കാനുള്ള കഴിവാണ് കാറ്റനേഷൻ. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിലനിൽക്കാനുള്ള കഴിവാണ് കാറ്റനേഷൻ. കാറ്റിനേഷനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മൂലകം കാർബൺ ആണ്. കാറ്റിനേഷനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് കാർബൺ. കാർബണിന്റെ സംയോജകത 4 ആണ്. കാർബണിന്റെ സംയോജകത 4 ആണ്. IUPAC എന്ന സംഘടനയുടെ ആസ്ഥാനം സൂറിച്ചാണ്. IUPAC എന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സൂറിച്ച്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബൺ അറിയപ്പെടുന്നത് ആൽക്കൈൻ എന്നാണ്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബൺ അറിയപ്പെടുന്നത് ആൽക്കൈൻ എന്നാണ്. ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ അറിയപ്പെടുന്നത് ആൽക്കീനുകൾ എന്നാണ്. ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ അറിയപ്പെടുന്നത് ആൽക്കീനുകൾ എന്നാണ്. 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ അറിയപ്പെടുന്നത് ആൽക്കൈനുകൾ എന്നാണ്. 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ അറിയപ്പെടുന്നത് ആൽക്കൈനുകൾ എന്നാണ്. മീത്തൈനിന്റെ രാസസൂത്രം CH4 ആണ്. മീത്തൈനിന്റെ രാസസൂത്രമാണ് CH4. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീത്തൈൻ ആണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീത്തൈൻ. ഫലങ്ങൾ പഴുക്കുന്നതിന് കാരണമായ ഹൈഡ്രോ കാർബൺ ആണ് ഈഥീൻ. ഫലങ്ങൾ പഴുക്കുന്നതിന് കാരണമായ ഹൈഡ്രോ കാർബൺ ഏതാണ്? ഈഥീൻ. ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺ അസറ്റിലീൻ ആണ്. ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺ ആണ് അസറ്റിലീൻ. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്ലാർഡ് ലിബി. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്ലാർഡ് ലിബി. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം മെർക്കുറി ആണ്. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകമാണ് മെർക്കുറി. അമോണിയ വാതകത്തെ നിർജ്ജലീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഓക്സൈഡ് ആണ്. അമോണിയ വാതകത്തെ നിർജ്ജലീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഓക്സൈഡ്. ജലത്തിൽ നന്നായി ലയിക്കുന്ന വാതകമാണ് അമോണിയ. ജലത്തിൽ നന്നായി ലയിക്കുന്ന വാതകമാണ് അമോണിയ. ക്ഷാരഗുണമുള്ള ഏകവാതകം അമോണിയയാണ്. ക്ഷാരഗുണമുള്ള ഏകവാതകമാണ് അമോണിയ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ് ആണ്. പ്രൂസിക് ആസിഡ് എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? മരച്ചീനിയിൽ. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാനായി ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന 90% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡുമുള്ള വാതകം അറിയപ്പെടുന്നത് കാർബോജൻ എന്നാണ്. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാനായി ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന 90% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡുമുള്ള വാതകം അറിയപ്പെടുന്നത് കാർബോജൻ എന്നാണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്.
ആസ്പിരിന്റെ രാസനാമം അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ്. ആസ്പിരിന്റെ രാസനാമം എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഒലിയം. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഒലിയം. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ്. കാസ്റ്റിക് സോഡയുടെ രാസനാമമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ലവോസിയർ ആണ്. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ലവോസിയർ. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇതാണ് മാസ് സംരക്ഷണ നിയമം. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇതാണ് മാസ് സംരക്ഷണ നിയമം. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി താപനില നിലനിർത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി താപനില നിലനിർത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. രാസവളത്തിൽ കാണാത്ത ഘടകം ക്ലോറിൻ ആണ്. രാസവളത്തിൽ കാണാത്ത ഘടകമാണ് ക്ലോറിൻ. ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങളാണ് ഐസോട്ടോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങളാണ് ഐസോട്ടോൺ. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ്. കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കുമ്മായത്തിന്റെ ശാസ്ത്രീയ നാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. റേഡിയോ ആക്റ്റീവത ഇല്ലാത്ത മൂലകമാണ് ടൈറ്റാനിയം. റേഡിയോ ആക്റ്റീവത ഇല്ലാത്ത മൂലകമാണ് ടൈറ്റാനിയം. തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള രശ്മികളാണ് ഗാമാ രശ്മികൾ. തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള രശ്മികളാണ് ഗാമാ രശ്മികൾ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിന്റെ രാസനാമമാണ്? ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? എഡിസൺ. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. പച്ച ചുവപ്പ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന രോഗമാണ് ഡാൾട്ടണിസം. പച്ച ചുവപ്പ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന രോഗമാണ് ഡാൾട്ടണിസം. വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് ഹെൻറിച്ച് ഗീസ്കർ മനസ്സിലാക്കിയത് എന്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്? ഡിസ്ചാർജ് ട്യൂബ്. വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് ഹെൻറിച്ച് ഗീസ്കർ മനസ്സിലാക്കിയത് എന്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്? ഡിസ്ചാർജ് ട്യൂബിന്റെ. വാതകങ്ങളുടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിന്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുകയും അതിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിന്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജൂലിയസ് പ്ലക്കർ. വാതകങ്ങളുടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിന്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാവുകയും അതിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിന്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജൂലിയസ് പ്ലക്കർ ആണ്. ഗീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ് ആണ്. ഗീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ് ആണ്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. ഗോൾഡ്സ്റ്റീൻ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയ വർഷം 1886 ആണ്. ഗോൾഡ്സ്റ്റീൻ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയ വർഷമാണ് 1886. വില്യം റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895 നവംബർ 8 ആണ്. വില്യം റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷമാണ് 1895 നവംബർ 8. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാണ്? വില്യം റോൺജൻ. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാണ്? വില്യം റോൺജൻ. ഡിസ്ചാർജ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന നെഗറ്റീവ് ചാർജുള്ള രശ്മികളെ കുറിച്ചുള്ള ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1897 ആണ്.
ഡിസ്ചാർജ് ട്യൂബിൽ നിന്ന് പുറത്തുവരുന്ന നെഗറ്റീവ് ചാർജുള്ള രശ്മികളെക്കുറിച്ചുള്ള ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1897 ആണ്. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ് എന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ട് എന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്നു എന്ന് നിർദ്ദേശിച്ച ആറ്റം മാതൃകയാണ് സൗരയൂഥ മാതൃക. ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്നു എന്ന് നിർദ്ദേശിച്ച ആറ്റം മാതൃകയാണ് സൗരയൂഥ മാതൃക. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ട് എന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1911 ആണ്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ട് എന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷമാണ് 1911. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണ് എന്ന് തെളിയിക്കപ്പെട്ട വർഷം 1920 ആണ്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണ് എന്ന് തെളിയിക്കപ്പെട്ട വർഷം 1920 ആണ്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് കണങ്ങളാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് കണങ്ങളാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. പ്രോട്ടോണിന്റെ മാസിന് തുല്യമായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസാണ്. പ്രോട്ടോണിന്റെ മാസിന് തുല്യമായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസാണ്. ആറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് റുദർഫോർഡ് ആണ്. 1932 ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക് ആണ്. 1932 ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് നിർദ്ദേശിച്ച മാതൃകയാണ് സൗരയൂഥ മാതൃക. ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് നിർദ്ദേശിച്ച മാതൃക സൗരയൂഥ മാതൃകയാണ്. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ ആണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ബോർ മാതൃക എന്നാണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ബോർ മാതൃക എന്നാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചതോ? ഏണസ്റ്റ് റുദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസണും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡുമാണ്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് നിർദ്ദേശിച്ച ആറ്റം മാതൃകയാണ് ബോർ മാതൃക. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് നിർദ്ദേശിച്ച ആറ്റം മാതൃകയാണ് ബോർ മാതൃക. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അതിന്റെ ആറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അതിന്റെ ആറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് കാർബൺ 14 ആണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 14. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറിന്റെ ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറിന്റെ ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോടോപ്പ് യുറേനിയം 235 ആണ്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോടോപ്പാണ് യുറേനിയം 235. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോണുകൾ എന്നാണ്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോണുകൾ എന്നാണ്. പീരിയോഡിക് ടേബിളിന്റെ 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ എന്നാണ്. പീരിയോഡിക് ടേബിളിന്റെ 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ എന്നാണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്.
ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ പദാർത്ഥ ഘടകങ്ങളാണ് ഫെർമിയോണുകൾ. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ പദാർത്ഥ ഘടകങ്ങളാണ് ഫെർമിയോണുകൾ. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ ഊർജ്ജവാഹിനികളാണ് ബോസോണുകൾ. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ ഊർജ്ജവാഹിനികളാണ് ബോസോണുകൾ. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ള മൗലിക കണങ്ങളുടെ എണ്ണം 17 ആണ്. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ള മൗലിക കണങ്ങളുടെ എണ്ണം 17 ആണ്. ഒരു തന്മാത്രയിൽ അതിൻ്റെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമാണ് രാസബന്ധനം. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബന്ധമാണ് അല്ലെങ്കിൽ ബലമാണ് രാസബന്ധനം. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആദ്യമായി അവലംബിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആദ്യമായി അവലംബിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ലീനസ് പോളിംഗ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ലീനസ് പോളിംഗ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2.2 ആണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2.2 ആണ്. ജലം ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്നതിനുള്ള കാരണം പോളാർ സ്വഭാവമാണ്. ജലം ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്നതിനുള്ള കാരണം പോളാർ സ്വഭാവമാണ്. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആന്റോയിൻ ലവോസിയെ ആണ്. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആന്റോയിൻ ലവോസിയെ. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആന്റോയിൻ ലവോസിയെ ആണ്. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആന്റോയിൻ ലവോസിയെ ആണ്. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ആന്റോയിൻ ലവോസിയെ. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ ആന്റോയിൻ ലവോസിയെ ആണ്. ഓക്സിജനും ഹൈഡ്രജനും ആ പേര് നിർദ്ദേശിച്ചത് ആന്റോയിൻ ലവോസിയെ. ഓക്സിജനും ഹൈഡ്രജനും ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ആന്റോയിൻ ലവോസിയെ. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് മാസ് സംരക്ഷണ നിയമം. ആവിഷ്കരിച്ചത് ആന്റോയിൻ ലവോസിയെ ആണ്. മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ്. രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാര കണികകൾ പരസ്പരം കൂട്ടിമുട്ടേണ്ടതുണ്ട് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം. രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടേണ്ടതുണ്ട് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് വനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് വനേഡിയം പെന്റോക്സൈഡ്. അമോണിയയുടെ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകം ഇരുമ്പാണ്. അമോണിയയുടെ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് ഇരുമ്പ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം കുറയ്ക്കാൻ അതിലുപയോഗിക്കുന്ന നെഗറ്റീവ് ഉൾപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം കുറയ്ക്കാൻ അതിലുപയോഗിക്കുന്ന നെഗറ്റീവ് ഉൾപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈം അമിലേസ് ആണ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ് അമിലേസ്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആന്റോയിൻ ലവോസിയെ. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആന്റോയിൻ ലവോസിയെ. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി ആണ്. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. ഡൊബ്രൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവ അറിയപ്പെടുന്നത് ത്രികങ്ങൾ എന്നാണ്. ഡൊബ്രൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവ അറിയപ്പെടുന്നത് ത്രികങ്ങൾ എന്നാണ്. 1866 അഷ്ടക നിയമം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ന്യൂലാൻഡ്സ് ആണ്. 1866 അഷ്ടക നിയമം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. 1789 ലവോസിയെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം 30 ആണ്. 1789 ലവോസിയെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം 30 ആണ്.
മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തിയ നിയമമാണ് അഷ്ടക നിയമം. മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തിയ നിയമമാണ് അഷ്ടക നിയമം. ന്യൂലാൻഡ്സിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 56 ആണ്. ന്യൂലാൻഡ്സിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 56 ആണ്. തന്റെ വർഗീകരണത്തിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. തന്റെ വർഗീകരണത്തിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. അഷ്ടക നിയമത്തിന്റെ പരിമിതി എന്തായിരുന്നു? ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. അഷ്ടക നിയമത്തിന്റെ പരിമിതി ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുമായിരുന്നില്ല എന്നതാണ്. 1869 ആദ്യമായി മൂലക വർഗീകരണത്തിനായി ഒരു ടേബിൾ ഉണ്ടാക്കിയ റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. 1869 ആദ്യമായി മൂലക വർഗീകരണത്തിനായി ഒരു ടേബിൾ ഉണ്ടാക്കിയ റഷ്യൻ ശാസ്ത്രജ്ഞനാരാണ്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേവ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേവ് ആണ്. മെൻഡലിയേവിന്റെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം 63 ആണ്. മെൻഡലിയേവിന്റെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം 63 ആണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ് എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് മെൻഡലിയേവിന്റെ പീരിയോഡിക് നിയമം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പ്രസ്താവിക്കുന്ന നിയമമാണ് മെൻഡലിയേവിന്റെ പീരിയോഡിക് നിയമം. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലിയേവ് ആണ്. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലിയേവ് ആണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമാണ് എന്ന് പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി ആണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമാണ് എന്ന് പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി ആണ്. കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടി പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് മെൻഡലിയേവ്. കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടി പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് മെൻഡലിയേവ്. മോസ്ലി തന്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് ആറ്റോമിക നമ്പർ നൽകിയത്? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ. മോസ്ലി തന്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് ആറ്റോമിക നമ്പർ നൽകിയത്? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം. ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം 7 ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം 7 ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെയുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെയുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. പീരിയഡുകളുടെ എണ്ണം 7ഉം ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉമാണ്. ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരീഡ് ഫസ്റ്റ് പീരീഡ് ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരീഡ് ഫസ്റ്റ് പീരീഡ് ആണ്. മൂന്നാം പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം 8 ആണ്. മൂന്നാം പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം 8 ആണ്. രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ്. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ്. സാധാരണയായി മറ്റുള്ള മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് അലസവാതകങ്ങളാണ്. സാധാരണയായി മറ്റുള്ള മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് അലസവാതകങ്ങളാണ്. കാലാവസ്ഥാ ബലൂണുകളിൽ ഹീലിയം ഉപയോഗിക്കാനുള്ള കാരണം സാന്ദ്രത വളരെ കുറവായതിനാലാണ്. കാലാവസ്ഥാ ബലൂണുകളിൽ ഹീലിയം ഉപയോഗിക്കാനുള്ള കാരണം സാന്ദ്രത വളരെ കുറവായതിനാലാണ്. ഓറഞ്ച് നിറം ലഭിക്കാനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം നിയോൺ ആണ്. ഓറഞ്ച് നിറം ലഭിക്കാനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് നിയോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റാഡോൺ ആണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റാഡോൺ. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകം റാഡോൺ ആണ്. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് റാഡോൺ. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ ആണ്. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന വാതകമാണ് ആർഗൺ. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളാണ്.
പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 6ാം പീരിയഡിൽ 57 മുതൽ 71 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ. പീരിയോഡിക് ടേബിളിലെ 6ാം പീരിയഡിൽ 57 മുതൽ 71 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഹീലിയമാണ്. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയം. 7ാം പീരിയഡിൽ 89 മുതൽ 103 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആക്ടിനൈഡുകൾ എന്നാണ്. 7ാം പീരിയഡിൽ 89 മുതൽ 103 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആക്ടിനൈഡുകൾ എന്നാണ്. റയറെറ്റ്സ് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനൈഡ്സ്. റയറെറ്റ്സ് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനൈഡ്സ്. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പം വർദ്ധിക്കുന്നു. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പം വർദ്ധിക്കുന്നു. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. മഗ്നീഷ്യം റിബൺ കത്തുമ്പോൾ ലഭിക്കുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം റിബൺ കത്തുമ്പോൾ ലഭിക്കുന്ന വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം. 1887 അറീനിയസ് സിദ്ധാന്തം ആവിഷ്കരിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് സ്വാന്റെ അറീനിയസ്. 1887 അറീനിയസ് സിദ്ധാന്തം ആവിഷ്കരിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് സ്വാന്റെ അറീനിയസ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. pH സ്കെയിൽ കണ്ടുപിടിച്ച ഡാനിഷ് ശാസ്ത്രജ്ഞനാണ് സോറൻസൺ. pH സ്കെയിൽ കണ്ടുപിടിച്ച ഡാനിഷ് ശാസ്ത്രജ്ഞനാണ് സോറൻസൺ. നിർവീര്യ ലായനിയുടെ pH മൂല്യം 7 ആണ്. നിർവീര്യ ലായനിയുടെ pH മൂല്യം 7 ആണ്. pH 5 അടുത്ത മണ്ണിൽ അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഉരുളക്കിഴങ്ങ്. pH 5 അടുത്ത മണ്ണിൽ അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഉരുളക്കിഴങ്ങ്. ബഹുഭൂരിപക്ഷം വിളകളുടെയും കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH 6.5 മുതൽ 7.2 വരെയാണ്. ബഹുഭൂരിപക്ഷം വിളകളുടെയും കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH 6.5 മുതൽ 7.2 വരെയാണ്. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ശ്വസനാവശ്യങ്ങൾക്കായി ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ശ്വസനാവശ്യങ്ങൾക്കായി ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. പ്രവർത്തനക്ഷമത കൂടുന്നതിനായി ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ആണ്. പ്രവർത്തനക്ഷമത കൂടുന്നതിനായി ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വായു എന്നാണ്. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വായു എന്നാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകം ഓക്സിജൻ ആണ്.
ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകം ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. 1774 ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. 1774 ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്സിജന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലവോസിയെ ആണ്. ഓക്സിജന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ലവോസിയെ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ. ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ബോറോണിന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം നീലയാണ്. ബോറോണിന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറമാണ് നീല. നൈട്രജന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം മഞ്ഞയാണ്. നൈട്രജന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം മഞ്ഞയാണ്. വജ്രത്തിന്റെ ഓരോ കാർബൺ ആറ്റങ്ങളും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4 ആണ്. വജ്രത്തിന്റെ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4 ആണ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ആവശ്യമായ കാർബണിന്റെ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ആവശ്യമായ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. കാർബൺ ആറ്റങ്ങൾ പാളികളായി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിൽ ഘടനയുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബൺ ആറ്റങ്ങൾ പാളികളായി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിൽ ഘടനയുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രഫീൻ എന്ന വാക്കിനർത്ഥം എഴുതാൻ കഴിയുന്നത് എന്നാണ്. ഗ്രഫീൻ എന്ന വാക്കിനർത്ഥം എഴുതാൻ കഴിയുന്നത് എന്നാണ്. ഗ്രാഫൈറ്റിന്റെ പാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭൗതിക ബലമാണ് വാൻഡർവാൾസ് ബലം. ഗ്രാഫൈറ്റിന്റെ പാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭൗതിക ബലമാണ് വാൻഡർവാൾസ് ബലം. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറീൻ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്നുള്ള പൊള്ളയായ ഗോളീയ രൂപാന്തരമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറീൻ. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം. ഹരിതാലയ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസമാണ് ആഗോള താപനം. ഹരിതഗൃഹ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസമാണ് ആഗോള താപനം. കാർബൺ വളരെയധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വളരെയധികം കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. വളരെയധികം കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്നത് കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഉണ്ടാകുന്നത് കാർബോക്സി ഹീമോഗ്ലോബിൻ. കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4. കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. കാറ്റിനേഷനുള്ള കഴിവ് കൂടുതലുള്ള മൂലകം കാർബൺ ആണ്. മൂലകമാണ് കാർബൺ. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങളടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് CFC എന്നാണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നാണ്. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങളടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് CFC. ക്ലോറോഫ്ലൂറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിൽ സ്വയം വിഘടിച്ചുണ്ടാകുന്ന ഏത് മൂലകമാണ് ഓസോണിനെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നത്? ക്ലോറിൻ. ക്ലോറോഫ്ലൂറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിൽ സ്വയം വിഘടിച്ചുണ്ടാകുന്ന ഏത് മൂലകമാണ് ഓസോണിനെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നത്? ക്ലോറിൻ.
ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് CFC. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് CFC. അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. ഭൗമോപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്തോറും താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അനുസരിച്ച് അന്തരീക്ഷത്തെ എത്ര പാളികളായി തരംതിരിച്ചിരിക്കുന്നു? 5 പാളികളായി. ഭൗമോപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്തോറും താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അനുസരിച്ച് അന്തരീക്ഷത്തെ എത്ര പാളികളായി തരംതിരിച്ചിരിക്കുന്നു? 5 പാളികളായി. ഭൗമോപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിൽ താപനില ഏറ്റവും കുറവുള്ള പാളി മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിൽ താപനില ഏറ്റവും കുറവുള്ള പാളിയാണ് മീസോസ്ഫിയർ. താപനില വളരെ കൂടുതലുള്ള അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ ആണ്. താപനില വളരെ കൂടുതലുള്ള അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏകദേശം 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന പാളി തെർമോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിൽ ഏകദേശം 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന പാളിയാണ് തെർമോസ്ഫിയർ. ഏകദേശം 10,000 കിലോമീറ്റർ ബഹിരാകാശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ ആണ്. ഏകദേശം 10,000 കിലോമീറ്റർ ബഹിരാകാശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ചുണ്ടാകുന്ന വാതകമാണ് നൈട്രിക് ഓക്സൈഡ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ അന്തരീക്ഷ ഓക്സിജനുമായി സംയോജിച്ച് ഉണ്ടാകുന്ന വാതകമാണ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ചുണ്ടാകുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ചുണ്ടാകുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്നത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്നത് നൈട്രിക് ആസിഡ് ആണ്. അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത സംയുക്തങ്ങളാക്കുന്ന പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ ബാക്ടീരിയയാണ് റൈസോബിയം. അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സംയുക്തങ്ങളാക്കുന്ന പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ ബാക്ടീരിയയാണ് റൈസോബിയം. മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലുള്ള ബാക്ടീരിയ റൈസോബിയം ആണ്. മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലുള്ള ബാക്ടീരിയയാണ് റൈസോബിയം. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാതകം നൈട്രജൻ ആണ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ. ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ക്ലോറിൻ ആണ്. ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ് ക്ലോറിൻ. ക്ലോറിൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ കാൾ വില്യം ഷീലെ ആണ്. ക്ലോറിൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ വില്യം ഷീലെ. ക്ലോറിൻ ഒരു മൂലകമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി ആണ്. ക്ലോറിൻ ഒരു മൂലകമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകുന്നതിന് കാരണമായ മൂലകം കാർബൺ ആണ്. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകുന്നതിന് കാരണമായ മൂലകമാണ് കാർബൺ. ക്ലോറോസ് എന്ന പദത്തിന്റെ അർത്ഥം പച്ചകലർന്ന മഞ്ഞ എന്നതാണ്. ക്ലോറോസ് എന്ന പദത്തിന്റെ അർത്ഥം പച്ചകലർന്ന മഞ്ഞ എന്നതാണ്. സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന സംയുക്തം കറിയുപ്പാണ്. സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന സംയുക്തമാണ് കറിയുപ്പ്. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ട് നിർമ്മിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ട് നിർമ്മിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ചിരുന്ന വാതകം ക്ലോറിൻ വാതകമാണ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ചിരുന്ന വാതകമാണ് ക്ലോറിൻ വാതകം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം വജ്രമാണ്. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് വജ്രം. ആറ്റത്തിനുള്ളിൽ ചാർജില്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഓർബിറ്റുകളിലാണ് എന്ന് പ്രസ്താവിച്ച മാതൃകയാണ് ബോർ മാതൃക. ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഓർബിറ്റുകളിൽ ആണ് എന്ന് പ്രസ്താവിച്ച മാതൃകയാണ് ബോർ മാതൃക. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.